ബി.ജെ.പി. സംസ്ഥാനത്ത് ഭരണത്തിലെത്തിയാൽ പാവപ്പെട്ടവരുടെയും തോട്ടം തൊഴിലാളികളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ സഹമന്ത്രി എൽ മുരുകൻ. ദേവികുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വട്ടവട കോവിലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേവികുളം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടനുബന്ധിച്ചാണ് മന്ത്രി വട്ടവടയിലെത്തിയത്. കോവിലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും നിരവധി ബി.ജെ.പി. പ്രവർത്തകർ ചേർന്ന് മന്ത്രിയെയും സ്ഥാനാർത്ഥിയും കോവിലൂർ യോഗസ്ഥലത്തേക്ക് പ്രകടനമായി സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് നടന്ന യോഗം കേന്ദ്രമന്ത്രി എൽ മുരുകൻ ഉദ്ഘാടനം ചെയ്തു. ஒவ்வொரு ஊர்லையும் கூட இந்த ஒட்டுமொத்த தேசத்திலையும் இன்றைக்கு வளர்ச்சி, ஏழை எளிய மக்களே இருக்கக்கூடாது, ஒருவர் கூட ஏழை இருக்கக்கூடாது என்பதை மையமாக வைத்து வேலை செய்து கொண்டிருக்கிறார்கள். அதனால்தான் பிரதமர் அனைவருக்கும் வீடு கட்டு திட்டம் நடைமுறைப்படுத்திக் கொண்டிருக்கிறார்கள். கிட்டத்தட்ட 10 வருடத்துல இந்தியா முழுவதும் 4 கோடி பேருக்கு ஏற்கனவே பிரதமருடைய அனைவரும் வீடு கட்டு திட்டத்தில் வீடு கட்டி கொடுக்கப்பட்டிருக்கிறது. இன்னும் 3 கோடி பேருக்கு வீடு கட்டி கொடுக்கின்ற இந்த உத்தரவாதத்தை நமக்கு கொடுத்திருக்கிறார் நம்முடைய பிரதமர். രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മോദി സർക്കാർ 4 കോടി വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. 3 കോടി വീടുകൾ ഉടൻ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു. പിന്നോക്ക പ്രദേശമായ ദേവികുളം മണ്ഡലത്തിൽ ആദിവാസികൾ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയവരുടെ വീട്, ശുദ്ധജലക്ഷാമം, പട്ടയം, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങളും സംസ്ഥാനത്ത് ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടനടി പരിഹരിക്കും. വട്ടവട പഞ്ചായത്തിൽ തകർന്നു കിടക്കുന്ന എല്ലാ റോഡുകളും വട്ടവട ടോപ്പ് സ്റ്റേഷനിൽ നിന്നും തമിഴ്നാട്ടിലെ കൊരങ്ങണിയിലേക്കുള്ള റോഡും ഗതാഗത യോഗ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്ഥാനാർത്ഥി എസ് രാജേന്ദ്രൻ, നേതാക്കളായ കെ.എസ്. അജി, സോജൻ ജോസഫ്, എം രാമർ, ജി.എൻ. ഗുരുനാഥൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടം മേഖലയിലെ ലയങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.